ശ്രീ ഷാബു പ്രസാദിലേക്ക് ഒന്ന് പോകണം. ശ്രീ ഷാബു പ്രസാദ്, ഇന്നലെ നരേന്ദ്രമോദിയുടെ വിരുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. 60ഓളം പേർ പങ്കെടുത്തു. അതിനുശേഷം അമിത്ഷാ JP നദ്ദ അടക്കം അവിടുത്തെ ഡൽഹിയിലെ പള്ളികളടക്കം സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ സമുദായം നമുക്കറിയാം കേരളത്തിൽ നിർണായക വോട്ട് ബാങ്കാണ്. മിക്ക മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ളവരാണ്. പ്രത്യേകിച്ചും BJP സ്വാധീനം പ്രതീക്ഷിക്കുന്ന BJP പ്രതീക്ഷിക്കുന്ന തൃശ്ശൂരിൽ അവിടെ അടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള നീക്കമായി മാത്രം കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തുള്ള അർത്ഥതലങ്ങൾ ഉണ്ടോ ഈ പുതിയ നീക്കത്തിൽ? BJPയുടെ ഒരു പ്രവർത്തന രീതി എന്താണ് എന്നുള്ളത് നമുക്ക് കുറെ കാലമായിട്ട് തന്നെ അതിനെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് BJPക്ക് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും ഉണ്ട്, ലോങ് ടേം ഒബ്ജക്റ്റീവ്സും. അത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു പ്രബല ജനവിഭാഗമാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. കേരളത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമല്ല. അപ്പോ ആ ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുമുള്ള അവകാശം ഇവിടെ ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ട്, BJPക്ക് നൽകുന്നു. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ BJPക്കെതിരെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വല്ല തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ ധാരണകൾ തിരുത്താനും അവരുമായിട്ട് സംവദിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരിലേക്ക് ചെല്ലാനുമുള്ള ഒരവസരവും BJP കളയില്ല. ഒരു രാഷ്ട്രീയ BJP എന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അത് കളയില്ല. ഇവിടെ BJPയും അത് ഉപയോഗിക്കുന്നു. അതിനിപ്പോ എന്താ ഇത്ര പ്രശ്നമിരിക്കുന്നത്? അതിൻ്റെ അകത്ത് എന്താണ് ഇത്ര ആശങ്കപ്പെടാനിരിക്കുന്നത്? അല്ല, ആശങ്കയില്ല, നമുക്ക് ആശങ്കയില്ല. ഈ ശ്രമം കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരം ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അൽഫോൺസ് കണ്ണന്താനവും ഒപ്പം ടോം വടക്കനും ഒക്കെ BJPയിലേക്ക് ചേർന്നു. പക്ഷേ അത് ഉദ്ദേശിച്ച ഫലം ആ പാർട്ടിക്ക് നൽകിയോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ എന്ത് ഗുണം അത്ര നീക്കങ്ങൾ കൊണ്ട് നടന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കാര്യമുണ്ട് രഞ്ജിത്തെ, കാര്യം ഒരു പ്രസ്ഥാനം നടത്തുന്ന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അടുത്ത 1-2 തെരഞ്ഞെടുപ്പിലോ ഒന്നും അല്ല ഉണ്ടാകുന്ന കാണാൻ കഴിയുക. അത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് BJPക്കുള്ളത് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടാണ് 5, 10, 20, അതായത് 1947 വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ളതാണ്. 2047 വരെയുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പലവിധ ശ്രമങ്ങൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ഫലം ചെയ്തു എന്ന് വരില്ല. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, 1984 തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റുള്ള പാർട്ടിയായിരുന്നു BJP, 2 സീറ്റ്. അന്ന് രാജ്യസഭയിൽ ഇന്നലെ വാജ്പേയിയുടെ ജന്മദിനമായിരുന്നു, ക്രിസ്മസ് ദിനത്തില്. വാജ്പേയി ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടച്ചിരി ഉയർന്നു പ്രതിപക്ഷ നിരയിൽ നിന്ന്, എല്ലാ രാഷ്ട്രീയ നിരയിൽ നിന്നും. അന്ന് അദ്ദേഹം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ BJP ഇവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും, അത് കാണാൻ ഒരു പക്ഷേ ഞാനിവിടെ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ നിങ്ങളിൽ പലരും ഇവിടെ തല കുതിച്ച് ആ കാഴ്ച കണ്ടിരിപ്പുണ്ടാവും. ശരി, 80കളിൽ സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ 80കളിൽ BJP സ്വപ്നം കണ്ടതും BJP പ്ലാൻ ചെയ്തതും ഇവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരിക എന്നുള്ളതായിരുന്നു. അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലോ അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ല ആവണമെന്നില്ല. പക്ഷേ ആ ഒരു സ്ഥിരോത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചാണ്. അതിൻ്റെ അകത്ത് വിമർശനങ്ങൾ ഉണ്ടാകും, പക്ഷേ BJP പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. തിരിച്ചു വരാം.